ശ്രീ ലാൽകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന്, നേതൃത്വം ധരിക്കുന്നത് ആ റിപ്പോർട്ടിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നേതാക്കൾക്ക് പങ്കില്ലാത്ത, എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ, പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണല്ലോ പറഞ്ഞത്, മറ്റു കാരണങ്ങളാൽ കൊണ്ടുണ്ടായ പരാജയം. എന്നാൽ കെ മുരളീധരൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തെ ആ നിലയിൽ തോൽവിയിലേക്ക് നയിക്കും വിധത്തിലേക്കുള്ള നിഷ്ക്രിയത്വം, അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനുവേണ്ടിയും ആഗ്രഹിച്ചവരോ പ്രയത്നിച്ചവരോ ഉണ്ടാകാം. ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്ര ശക്തമായിട്ടുണ്ടോ? അതുകൂടി ചേർത്ത് വെച്ചാണോ കെ മുരളീധരൻ പറയുന്നത് താൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു, നേതാക്കൾ പറഞ്ഞപ്പോൾ അങ്ങനെ മണ്ഡലം മാറാൻ പാടില്ലായിരുന്നു, അത് തനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് മുരളീധരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ ഒരു ചിന്താഗതി കൂടി ഉള്ളതുകൊണ്ടാണ്? പക്ഷേ നേതൃത്വം ചിന്തിക്കുന്നത് മറുവഴിക്കാണ്. അതുകൊണ്ടാണിപ്പോൾ പ്രതാപൻ്റെ പേരും അല്ലെങ്കിൽ അനിലക്കരയുടെ പേരും അതുപോലെ വള്ളൂരിൻ്റെ പേരും MP വിൻസെൻറ്റിൻ്റെ പേരും ഒക്കെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ അങ്ങനെ പേരുകളില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. രണ്ട് തരത്തിൽ നിന്നാണോ ഇവർ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് പൊടിപ്പാർ സാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മറുപടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. പൊടിപ്പാർ സാർ പറഞ്ഞ തൃശ്ശൂരിനെ കുറിച്ചുള്ള താങ്കൾ രാഷ്ട്രീയ തൃശ്ശൂരിനെ കുറിച്ചുള്ള ധാരണ എനിക്കില്ല, അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. സാറ് പറഞ്ഞതിനകത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതിനൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെല്ലാം. ഈ പറയുന്ന കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നു, വടകരയിൽ നിന്ന് വരുന്നു. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന കെ മുരളീധരനെ അവിടുത്തെ കോൺഗ്രസ് വെൽക്കം ചെയ്തു എന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് താങ്കൾ തന്നെ പറഞ്ഞ വരിയിൽ കൂടെ കെ കരുണാകരൻ്റെ കുടുംബത്തിന് തൃശ്ശൂർ ഒരു സേഫ് ബെറ്റും അല്ല എന്ന് പറയുന്നു. അത് തന്നെ കോൺഫ്ലിക്റ്റിംഗ് ആയില്ലേ? യഥാർത്ഥത്തിൽ കെ കരുണാകരൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ തൃശ്ശൂർ നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ല എങ്കിൽ, ഈ തരംഗത്തിൽ പോലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് കോൺഗ്രസിന് ധാരണയുണ്ട് എങ്കിൽ, കോൺഗ്രസ് ഇപ്പം താങ്കൾ മാധ്യമപ്രവർത്തനാണ്, രാഷ്ട്രീയം വ്യക്തമായി പറയുന്നതാണ്, അങ്ങനെ ഒരാൾക്ക് പോലും ധാരണയുള്ള സ്ഥിതിക്ക് കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ട് ആ ധാരണ വന്നില്ല? അപ്പം മുരളീധരനെ അവിടെ കൊണ്ട് നിർത്തി തോപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊരാൾ വിമർശിച്ചാൽ ആ വിമർശനം എങ്ങനെ തെറ്റാവും? കാര്യം താങ്കളുടെ വാക്കുകളിൽ കൂടെ തന്നെ താങ്കൾ പറഞ്ഞത് കരുണാകരൻ്റെ കുടുംബത്തിന് അവിടെ വലിയ സേഫ് ആയിട്ടുള്ളൊരു മണ്ഡലം അല്ല തൃശ്ശൂർ. അത് മാത്രമാണ് ഞാൻ എടുത്തത്. ഒന്നത്. രണ്ട്, ഇവിടെ വന്ന അടുത്തൊരു വിഷയം എന്താണ്, മറ്റ് നേതാക്കന്മാർക്കൊക്കെ അവിടെ നിന്ന് ജയിക്കാൻ പറ്റിയില്ലല്ലോ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് അദ്ദേഹം ഉന്നയിച്ചു. ഞാനിതെല്ലാം റെസ്പെക്ട്ഫുള്ളി പറയുന്നത് കേട്ടോ, ഞാൻ ഡിസഗ്രി ചെയ്യുന്നതേ ഉള്ളൂ, എനിക്കങ്ങനെ വഴക്കൊന്നുമില്ല അദ്ദേഹമായിട്ട്. ഈ പറയുന്ന ഒരാൾ ഒരു നിയമസഭാ അംഗം ആകാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ നേതാവ് എക്സ് എന്നെടുക്കുക. അയാൾ വിചാരിച്ചാൽ ജയിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ അയാൾ വിചാരിച്ചാൽ തോപ്പിക്കാൻ പറ്റും. രണ്ടും രണ്ടാണ്. ഞാൻ വിചാരിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വിചാരിച്ചാൽ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ തോപ്പിക്കാൻ പറ്റും. കാര്യം എൻ്റെ വോട്ട് ഉൾപ്പെടെ അപ്പുറത്ത് പോവുകയാണെങ്കിൽ ഇഫക്റ്റ് രണ്ടാണ്. കാര്യം ഇത്രയും നാളും കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് രണ്ടാണ് അല്ലേ? അപ്പം ജയിപ്പിക്കാൻ പറ്റുന്നതും തോപ്പിക്കാൻ പറ്റുന്നതും രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ ജയിച്ചോളണമെന്നില്ല, പക്ഷേ ഒരു ലോക്കൽ നേതാവ് വിചാരിച്ചാൽ ചിലപ്പോൾ തോപ്പിക്കാൻ പറ്റും. ഒരു ലോക്കൽ നേതാവ് വിചാരിച്ചാൽ തന്നെ തോപ്പിക്കാൻ പറ്റും. അങ്ങനെ കൃത്യമായ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്. മൂന്ന്, ഇവിടെ വന്ന അടുത്തൊരു വിഷയം എന്താണ്, കോൺഗ്രസിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. റിപ്പോർട്ട് പുറത്തു വരുന്നു. ശരത്തേട്ടന് തോന്നുന്നുണ്ടോ കോൺഗ്രസ് ഒരു ഇലക്ഷൻ അനാലിസിസ് നടത്തി അതിനകത്ത് 4 പേരുടെ പേര് ഇന്ന ആൾക്കാർ തെറ്റുകാരാണെന്ന് പറയാനുള്ള നട്ടല് ആ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഉണ്ടെന്ന്, ഞാൻ വ്യക്തിയെക്കുറിച്ചല്ല പറഞ്ഞത്, ആ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഉണ്ടെന്ന് ശരത്തേട്ടൻ കരുതുന്നുണ്ടോ? ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഇല്ല. കാര്യം തൃശ്ശൂർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗ്രീൻ പാസ്റ്ററായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഗ്രീൻ പാസ്റ്ററാണെന്ന് എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ഇവർ 4 പേരുടെ പേര് എഴുതി വെച്ചിട്ട്, ഒരു DCCയിലെ 4 പേര് എഴുതി വെച്ചിട്ട് അവരുടെ കാര്യം പറയുകയാണ്, ഇന്ന ആൾക്കാരോട് ചേർന്നാണ് ഈ പറയുന്ന കെ മുരളീധരനെ തോപ്പിക്കുന്നതിനകത്ത് വലിയ പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞാൽ അവർ നാളെ BJPയിലാണ്. എഴുതി വെച്ചോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവർ പേരെഴുതാത്തതിന് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കുമല്ല, പേരെഴുതാത്തത് പേടിച്ച ഞാൻ അങ്ങനെ അതിനെ കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇതിനകത്ത് എല്ലാവരും മൊത്തത്തിൽ പെർവേഡ് ചെയ്ത് കിടന്ന ഒരു പ്രോബ്ലത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ റിപ്പോർട്ടിനകത്ത് പേര് പരാമർശിക്കാത്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയുന്നത്. പേര് പരാമർശിക്കാത്തത്, പേര് പരാമർശിച്ചാൽ ഇവർ വരിയായിട്ട് ഈ പേര് പറഞ്ഞവനൊക്കെ അപ്പുറത്ത് പോയി ചേരും.
അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകരുത് എന്ന് വ്യക്തമായി ബി ജെ പിയിലോട്ട് പോകാനുള്ള സാധ്യത അവർ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നല്ല കാര്യമാണ് കേട്ടോ, ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കാര്യം ഇവിടുന്ന് 10 പേര് കോൺഗ്രസിൽ നിന്ന് 10 പേര് ബി ജെ പിയിലോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും സാധിക്കാനില്ല. ഒറ്റ പോയിന്റിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് നോക്കൂ, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ വി ഡി സതീശനോട് ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് CPM നിന്ന് ഒരാളോ ഒന്നുമല്ല, രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏറ്റവും കൂടുതൽ വി ഡി സതീശനെതിരായിട്ട് രാഷ്ട്രീയം പറയുന്ന രീതിയിൽ CPM-നെതിരെ രാഷ്ട്രീയം പറയുന്നത്. ഞാനാണ് ഇവിടുത്തെ ആൾ എന്ന് സ്ഥാപിക്കത്തക്ക രീതിയിൽ രാഷ്ട്രീയ കേരളത്തിന് ധാരണ ഉള്ള ഒരാളായി രമേശ് ചെന്നിത്തല മാറിയിരിക്കുന്നു. ആ രമേശ് ചെന്നിത്തലയുടെ അനാലിസിസ് അനുസരിച്ച് പ്രതാപൻ നിന്നിരുന്നെങ്കിൽ ജയിച്ചേനെ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനെ നെഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സർക്കാസ്റ്റിക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് കെ മുരളീധരൻ ശ്രമിക്കുന്നതെന്നാണ് പൊടിപ്പാർ സാർ പറഞ്ഞത്. അങ്ങനാണെങ്കിൽ രാഷ്ട്രീയ കേരളത്തെക്കുറിച്ച് തൃശ്ശൂരിനെ കുറിച്ച് ഈ ഇപ്പുറത്തിരിക്കുന്ന ലാൽകുമാറിന് അറിയുന്നതിൻ്റെ അത്രയും പോലും രമേശ് ചെന്നിത്തലയ്ക്ക് അറിയത്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ വരികയല്ലേ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന മനുഷ്യൻ അവിടെ ഇനിയും പ്രതാപം നിന്നാൽ ജയിക്കും എന്ന് പറഞ്ഞ ആ പ്രസ്താവനയെ യഥാർത്ഥത്തിൽ കെ മുരളീധരൻ കാണുന്നത് സർക്കാസ്റ്റിക്കായിട്ടാണെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ തൃശ്ശൂരിൻ്റെ മണ്ഡലം എന്ന് പറയുന്നതിനെ കുറിച്ച് മുൻ പ്രതിപക്ഷ നേതാവിന് ഒരു ധാരണയില്ലാത്ത ഒരാളാണെന്ന് പറയണ്ടേ. അങ്ങനെ ധാരണയില്ലാത്തവരായ ഇവരെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നിന്ന് ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ നിർജയിച്ചതിന്റെ പ്രശ്നം മാത്രമാണിത്. ഇതാണ് സത്യസന്ധമായ കാര്യം. ഇതിന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, വോട്ടിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. വോട്ട് CPM-ൽ നിന്ന് ഒരാൾ അപ്പുറത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാനൊരു വാദം മുന്നേറ്റ് വെച്ചിട്ടില്ല, ഉറപ്പായിട്ടും വെച്ചിട്ടുണ്ടാവും. പക്ഷെ CPI എന്ന് പറയുന്ന പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്യാനും അതിനെക്കാട്ടിലും കൂടുതൽ പിടിക്കാനും 16,000 വോട്ട് എന്നുള്ളൊരു നമ്പറാണ് ഇവിടെ ജയചന്ദ്രൻ സാർ പറഞ്ഞത്. അത്ര വോട്ട് കൂടുതൽ പിടിക്കാൻ പറ്റിയെങ്കിൽ അത് അവരുടെ വിജയമാണ്. അതുകൊണ്ടല്ല CPM-ഓ CPI-യോ കാരണം അല്ല യഥാർത്ഥത്തിൽ അവിടെ BJP ജയിക്കുന്നത്, അത് കോൺഗ്രസിന്റെ പങ്കാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്.